ഗുഡ് മോർണിംഗ് സർ. സോറി ടു ബോദർ യു അഗെയിൻ. മനസ്സിലായില്ലേ? ഞാൻ പാലാഴി, ജാക്സൺ പാലാഴി, അവന്യൂ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന്. കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്ത സാറിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് കരുതി. സാറ് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കഴിഞ്ഞ 2 മാസത്തിൽ 3 ക്ലെയിമുകളാണ് വന്നത്. 3 മരണങ്ങൾ, 3ഉം സാറിനെ പോലെ ചെറുപ്പക്കാർ. നമുക്ക് മറ്റൊരു അവസരത്തിൽ ആലോചിക്കാം. ഫുൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കുടുംബത്തിന്റെ കാര്യം കുശാൽ. $3 ലക്ഷം അല്ലേ ഒറ്റയടിക്ക് അടിച്ചെടുത്തത്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയെ കാത്തിരിക്കുക. ഏത് നിമിഷവും കടന്നു വരാം. അതുകൊണ്ട് ഞാനൊന്ന് ഒരുങ്ങട്ടെ പ്ലീസ്. സാർ ഒരു 2 മിനിറ്റ് പ്ലീസ്. ഒരു പുതിയ പോളിസി വന്നിട്ടുണ്ട്. യമകണ്ഠനാ. ഞാൻ സാർക്കത് തരാം. എനിക്കിനിയും വിശ്വസിക്കാൻ കഴിയണില്ല. ഇത്രയും ദൂരത്തുനിന്ന് തിരക്കൊക്കെ മാറ്റിവെച്ച് ഞാൻ വിളിച്ചതും കയറി പോന്നൂല്ലോ. അതും നല്ല പൊടിക്കാറ്റുള്ള ഈ പകല്. ഞാൻ ചെയ്ത സുഹൃതം. അല്ലാണ്ട് ഞാനിപ്പോൾ ഇതെന്താ പറയുക? എന്നാലും എൻ്റെ മണിയേട്ടൻ വന്നൂല്ലോ. അവിടുത്തെ തിരക്കിനൊന്നും ഒരു അറുതി വരാൻ പോണില്ല. എല്ലാം കഴിച്ചിലാക്കിയിട്ട് പോരാച്ചാ അതൊരിക്കലും നടക്കാനും പോണില്ല. എൻ്റെ ഭാഗ്യം, മഹാഭാഗ്യം. അത്ര തന്നെ. അങ്ങാടിയിലെ ജബാറിന്റെ കടയത്തെയാ. ഇതിനോട് പണ്ടത്തെ പോലെയൊന്നും പ്രിയം ഉണ്ടാവില്ലല്ലേ? ഇതപ്പം നന്നായ. നമ്മൾ വളർന്നു വെച്ചിട്ട് പഴയ ഇഷ്ടങ്ങളൊക്കെ മാറുമോ? മാറുന്ന ആളുകളുണ്ടാവും, പക്ഷെ എനിക്ക് മാറണ്ട. ആട്ടെ രാമ, എന്താപ്പാ വീണ്ടും ഒരു മനസ്സൂട്ട് നിനക്ക്? ടിക്കറ്റും അയച്ചു തന്ന് ഇത്ര പൈസയും ചെലവാക്കി എന്നെ വിളിച്ചു വരുത്തിയത്. അവളുമായി വല്ല വഴക്കോ വക്കാണത്തിനോ പോയോ നീയേ? മീനാക്ഷി അപ്പൂ ഇല്ലേ ഇവിടെ? ഒന്നും മെല്ലെ പറയൂ മണിയേട്ടാ. മണിയേട്ടൻ വരണ കാര്യം ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. മീനാക്ഷിയോട് പോലും പറയാൻ പോയില്ല. ചെക്കനെയും കെട്ടിപ്പിടിച്ച് കിടക്കുക. അറിഞ്ഞിട്ടില്ല, അറിയണ്ട. അറിഞ്ഞിട്ടിപ്പോൾ എന്താ? അവളൊരുത്തി താങ്ങനുണ്ടായിരുന്നെങ്കിൽ ആശ്വാസത്തിനായി മണിയേട്ടനെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്തുവോ? കാവും കുളവും തേവരും ഒന്നുമില്ലാതെ കുറെ കാലായില്ലേ കഴിയണം. ലാങ്കൂടെ ഒരു സ്വൈരക്കേട്. അതൊക്കെ പറയാം. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു മണിയേട്ടാ? വിമാനയാത്രയുടെ കാര്യം തദൈവ.
നമ്മുടെ നാട്ടിലെ കിട്ടപ്പട ചായക്കടയിൽ കിട്ടണ പോലെ ഒരു ചായയും ഒരു കടിയും തന്നു. പാക്കറ്റിലാക്കിയാണെന്ന വ്യത്യാസം മാത്രം. കുടിനീരിന് പോലും ഇപ്പൊ പൈസ മേടിക്കാൻ തുടങ്ങിയിരിക്കണു. നഷ്ടാ. നല്ല വിശപ്പുണ്ട് രാമാ. വഴിയുണ്ടാക്കാം. ഇപ്പൊ നല്ല ക്ഷീണമുള്ളതല്ലേ, ഒന്ന് നീണ്ടു വലിഞ്ഞ് ഉറങ്ങാൻ നോക്കുക. വിശപ്പിന്റെ കാര്യത്തില് ഒരു തീരുമാനമായില്ല. തൽക്കാലത്തെ ചെല്ലിനും ചെലവിനും ഇതുപകരിക്കും. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോണ്ട. ഇവിടെ മണിയേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു അറ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണോ? ഞാൻ ഓഫീസിൽ പോയിട്ട് ഉടനെ ഇങ്ങോട്ട് വരാം. ഈ നഗരപ്പാച്ചിലിൻ്റെ ഓരം ചേർന്ന് പോകുന്ന എന്നെ നോക്കി നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും. ചിരിച്ചോളൂ, ആവോളം ചിരിച്ചോളൂ. കടങ്ങളും കടമകളും തീർക്കാനായി കടല് കടന്ന് ഇവിടെ എത്തിയ അന്ന് മുതൽ ഞാൻ ഈ ചിരി കേൾക്കാറുള്ളതല്ലേ. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിൻ്റെ തിരക്കില് പലതും കൈമോശം വന്നപ്പോഴും മണിയേട്ടൻ്റെ ഇടയ്ക്കുള്ള വരവ് മാത്രമായിരുന്നു എനിക്കൊരാശ്വാസം. പിന്നെ കമ്പം കഥകളിയിലും അഷ്ടപതിയിലും തന്നെയുള്ളൂ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും എൻ്റെ കഥയ്ക്കൊരു ആമുഖം പോലും ആവുന്നില്ല കേട്ടോ. സോറി, ഓഫീസിലെത്തി. ഇനി ഞാൻ വാതുറക്കില്ല. അതിൻ്റെ കാരണം എന്താന്ന് താമസിയാതെ നിങ്ങൾക്ക് മനസ്സിലാകും. ഗുഡ് മോർണിംഗ് സാർ. അതെ, ആംകോൻ്റെ ചെക്ക് ക്ലിയർ ചെയ്ത് വരാറായല്ലോ സാറേ. എം ഡിയോട് പറഞ്ഞ് നമ്മൾ പാവങ്ങളുടെ 1 മാസത്തെ ശമ്പളമെങ്കിലും വാങ്ങിച്ചു തരണം സാറേ. അതെ, രാവിലെ തന്നെ കയറി കടിക്കാനുള്ള വരവാ? ഇന്നലെ രാത്രി ചിട്ടി എടുക്കുമ്പോൾ അവിടെ വരാതെ ചിട്ടി നടത്തുന്ന എന്നെ തെറി വിളിച്ചിട്ട് എന്താ കാര്യം? 1 മിനിറ്റ് സാറേ. അകത്ത് പാൻട്രി കാലിയായ വിവരം പറഞ്ഞിട്ട് 2 ദിവസമായി. ആരെങ്കിലും എഴുന്നള്ളുമ്പോൾ കാപ്പിക്കും ചായക്കും ഓർഡർ കൽപ്പിക്കില്ലേ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നീ വിഷമിക്കണ്ട ജോയെ, 2 ആഴ്ച കഴിയട്ടെ. ഏതെങ്കിലും ഫെസ്റ്റിവൽ കുറിയെന്ന് പറഞ്ഞ് നമുക്കൊരു ഇടക്കുറി കുലുക്കാന്നേ. അത് നിനക്ക് കിട്ടാനുള്ള വഴി ഞാൻ നോക്കാം. വൈകുന്നേരം പിരിവിന് വരുവേ. പൈസ ശരിയാക്കി വെക്കണേ. യതീന്ദ്ര, ഒരാവശ്യത്തിനും ഞങ്ങൾക്കാർക്കും നിന്നെ ഇവിടെ കിട്ടാറില്ല. നിന്റെ സൈഡ് ബിസിനസിന്റെ എണ്ണമെങ്കിലും ഒന്ന് കുറയ്ക്കേ. എന്നിട്ട് വല്ലപ്പോഴെങ്കിലും ഞങ്ങൾക്കൊന്ന് അവൈലബിൾ ആകുക. അല്ലേ രാമനുണ്ണി സാറേ? തങ്കമ്മവാടും കൂടി അത് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വിഷമാവുവേ. നീ കുറച്ച് ചൂടുവെള്ളം കൊണ്ടെത്താം. തൊണ്ടയ്ക്ക് വല്ലാത്തൊരു നീരുവീഴ്ച. ഓ, ഇത് നീരുവീഴ്ചയൊന്നുമല്ല, ഇത് കാറ്റുവീഴ്ചയാ. പിന്നെ മാഡം കുറച്ച് രാത്രി സഞ്ചാരങ്ങൾ കുറയ്ക്കണം. നല്ല ഉറക്കക്ഷീണവും കാണാനുണ്ട്. വേണ്ട, കൊച്ചുവെളുപ്പാങ്കാലത്ത് നീ നിന്റെ ഗീർവാണപ്പെട്ടി തുറക്കല്ലേ. നമ്മുടെ രാമനുണ്ണി സാറേ പോലെ ഇവിടെ എല്ലാവരും സിൻസിയറായി ജോലി ചെയ്താൽ ഈ കമ്പനി എപ്പോൾ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. എന്നെ അകറ്റി നിർത്തല്ലേ തങ്കമ്മ മാഡം. ഞാനൊരുത്തും പ്രോപ്പറായി വർക്ക് ചെയ്യാഞ്ഞിട്ടൊന്നുമില്ലല്ലോ കമ്പനിയുടെ ഈ പോഷകക്കുറവ്. ആ വന്നല്ലോ നമ്മുടെ ഹീറോ ചെമ്പൻ ജോൺ സാർ. അതെ, ഞാനുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ പുറത്ത് ഇവിടെ ആരൊക്കെ വന്നുപോയി. ONV സാറിനെയും അഴീക്കോട് മാഷിനെയും ഒരേ വേദിയിൽ ഇരുത്താൻ ചെമ്പൻ ജോണിനല്ലാതെ മറ്റാർക്ക് സാധിക്കും? കാലെത്രയായി ഗംഗാധരൻ മാഷേ, ഇവിടെ എത്ര സംഘടനകളാ.
ജില്ലയ്ക്ക്, മുനിസിപ്പാലിറ്റിക്ക്, പഞ്ചായത്തിന്, വാർഡിന്, തെരുവിന്, അങ്ങനെ എത്ര സംഘടനകളാ. ഓഫീസെത്തി. വൈകുന്നേരം സമാജത്തിൽ വെച്ച് കാണാം. ഞങ്ങളുടെ ഓഫീസിൽ സാലറി കൊടുക്കുന്ന കാര്യം ഏതാണ്ട് കാലാവസ്ഥാ പ്രവചനം പോലെയാ. കിട്ടിയാ കിട്ടി. അതുകൊണ്ടേ കിട്ടാൻ നിങ്ങളും കൂടെ ഒന്ന് പ്രാർത്ഥിക്കേ. കിട്ടിയാ നിങ്ങളുടെ കടം വീട്ടും. അത്ര തന്നെ. രാമനുണ്ണി സാറേ, ഇന്നലെ രാത്രി പുനലൂരുകാരുടെ കുടുംബസംഗമത്തിൽ പങ്കെടുത്തപ്പോ ആരോ പറയുന്നത് കേട്ടു, നമ്മുടെ ബോസ് പൊളിഞ്ഞു പാപ്പരായിട്ട് കുറെ കാലായിത്രേ. അകത്തിരിക്കണ നമ്മളെക്കാളും പുറത്തുള്ളവർക്കാ നമ്മുടെ ശോചനീയാവസ്ഥ നന്നായിട്ട് അറിയാവുന്നത്. ആരോട് പറയാനാ? നാട്ടിൽ കാശയച്ചിട്ട് മാസം 4 ആയി. അവളും പിള്ളാരും എങ്ങനെ കഴിയുന്നാവോ? തങ്കമ്മ ചേച്ചിയെ, ഇന്നലെ പോലും എന്റെ ചെറുത് ഫോണിൽ കൂടെ ചോദിക്കുക, പപ്പാ ഈ റിസർച്ച് എപ്പ തീരുമെന്ന്. ഞാൻ എന്നാ പറയാനാ? നമ്മൾ മൂന്നാൾക്കും നമ്മുടേതായ സൈഡ് ബിസിനസ് ഉണ്ട്. പാവം രാമനുണ്ണി സാറിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് വല്ലാത്ത കഷ്ടം. ആ, മനസ്സിലായി. എനിക്ക് വയ്യ. ഒന്നുമില്ല, പോണ്ടാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് മേലിൽ തന്നെ നിങ്ങൾ വിളിക്കരുത്. ഏത് വമ്പനാണെങ്കിലും ശരി, ഞാനിനി ആരെയും കാണുന്നില്ല. അലക്സിന്റെ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് വെട്ടിക്കോളൂ. ഞാൻ തിരക്കിലാണ്. ബൈ. സാറിന് MD സാറ് തിരക്കിയിരുന്നു. സാറേ, ആ ചെക്ക് മാറി സ്റ്റാഫ് സാലറി കൊടുത്തു തീർക്കാൻ സാർ ഒന്ന് ബലത്തി പറയണം. സാറ് പറഞ്ഞ MD കേക്കും. ആ, മോളാ. എന്തുണ്ട് മോളു? മോള് ക്ലാസ്സിൽ പോയില്ലേ? എന്തു പറ്റി മോളുടെ ശബ്ദത്തിന്? ജലദോഷം ഇനിയും മാറിയില്ലേ? വിക്സ് കൊണ്ടൊരു യൂസും ഇല്ല മോളു. നീ ആവി പിടിക്ക്. പപ്പായുടെ കാര്യമൊക്കെ ചോദിച്ച് മമ്മയെ വിഷമിപ്പിക്കല്ലേ. കാശിന്റെ കാര്യം മമ്മ ശരിപ്പെടുത്താം. കൂടിയാൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ രണ്ടാളുടെയും ഫീസ് മമ്മ അയച്ചു തരാം. ടേക്ക് കെയർ മോളു. ബൈ. അതെ, നേരത്തെ പറഞ്ഞത് കാര്യാക്കണ്ട. ഞാൻ വരാം. അത് ഡീറ്റെയിൽസ് ഞാൻ SMS ചെയ്യാം. മണിയേട്ടാ,
ഇപ്പം എന്തോ തീരെ വിശപ്പില്ല. ഇവിടെ കുറച്ച് കഞ്ഞി മൂടി വെച്ചിട്ട് നിങ്ങൾ രണ്ടാളും പോയി കിടന്നോളൂ. വൈദ്യശാല വരെ ഒന്ന് പോയിട്ട് വരാം. മരുന്നൊക്കെ തീർന്നിരിക്കണു. ആ ടോർച്ച് എടുത്തോളൂ. ടോർച്ചോ? അതെന്തിനാ ഇപ്പോ? അതിങ്ങോട്ട് എടുക്കൂ. ആ കഞ്ഞി അവിടെ ഇരിക്കട്ടെ. നമുക്കൊന്ന് ഇറങ്ങാം. സർപ്പങ്ങൾ എഴിയുന്ന പുറത്തെ തണുത്ത കാറ്റിൽ നമുക്കൊന്ന് നടന്നിട്ട് വരാം. എന്താ? ആകൃതി കണ്ടാൽ അധിരം പേയും ആരാണിവളുടെ അധരം പേയും. മണിയേട്ടാ, നമുക്കൊന്ന് പുകച്ചാലോ? ആവാലോ. ഒഴുക്കിനൊപ്പം നീന്താൻ നല്ല സുഖാണ്. എന്നാ തിരിച്ച് നീന്താൻ മനസ്സുറപ്പും നട്ടലും വേണം. ആ നട്ടല് കാണിക്കാനേ ഞാൻ നിന്നോട് പറയുന്നുള്ളൂ. സ്വപ്നങ്ങള്, ഒരു കൂട്ട സ്വപ്നങ്ങള്. കുഴമഞ്ഞിന്റെ ഇരുട്ടിലൂടെ എവിടുന്നൊക്കെയോ വന്നിറങ്ങണ പോലൊരു തോന്നല്. അത് എന്റെ തെറ്റാണോ? ഇടയ്ക്കൊന്ന് ഭാരം ഇറക്കി വെക്കാൻ ഒരത്താണെങ്കിലും വേണ്ട എന്റെ മണിയേട്ടാ. അവളുടെ കാര്യം അറിയാലോ മണിയേട്ടന്. ഒക്കെ കൂടി ഒരു മാറാട്ടം. ഉള്ളു തുറന്ന് ചിരിച്ചിട്ട് എത്ര കാലായി. നല്ലൊരു ചങ്ങാതി ഉണ്ടോ എനിക്ക് നാട്ടില്? മണിയേട്ടനോടല്ലാതെ ആരോടാ ഞാൻ അതൊക്കെ ഒന്ന് പറയാ? സ്വപ്നങ്ങളൊന്നും നീ അധികം കാണാൻ പോണ്ട. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. സ്വന്തം നിലയ്ക്ക് നെഞ്ചു വിരിച്ചു നിൽക്കാൻ എനിക്കിതുവരെ ആയില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ മനസ്സോട്ട്. ഒരു കൈത്താങ്ങിന് നിങ്ങളെപ്പോലെ ആരും ഇല്ലാതായിപ്പോയി. നീ വിഷമിക്കാതിരിക്കേ. ആൾക്കാരെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാരും നല്ല തിരക്കില്ല. സ്വന്തം കുടുംബം, അവരുടെ ക്ഷേമം. അതിനപ്പുറം ഒന്നുമില്ല ആർക്കും. എനിക്ക് നല്ല വിശപ്പുണ്ട് രാമാ. അല്ല, നാളെ എനിക്ക് മടങ്ങേണ്ടതല്ലേ? മടക്കത്തിന്റെ കാര്യമൊക്കെ പിന്നെ. പുലരും വരെ ഈ നിലാവത്ത് നമുക്കിങ്ങനെ അലയാം. എന്തേ? കേമായി നിന്റെ ഒരു കാര്യം. മനുഷ്യന്റെ കുടല് കരിഞ്ഞു തുടങ്ങുമ്പോഴാ നിന്റെ ഒരു നടത്തം. നീലാവത്ത് അഴിച്ചിട്ട കോഴിയെ പോലെ. മണിയേട്ടാ, നല്ലൊരു പദം കേൾക്കണമെന്നുണ്ട്. ഒന്ന് പാടിത്തരുമോ ആ കുചലവൃത്തം? പാവം നല്ല ഉറക്കത്തിലാ. ഉറങ്ങിക്കോട്ടെ. രാത്രി ഒരുപാട് നടന്നതല്ലേ. अजित हरे जय माधव विष्णु अजित हरे जय
മാധവയ വിഷ്ണു അജമുഖ ദേവ നത കലിതാനന്ദം എനിക്കു കനിവോടു തവ ആഗമം കലിതാനന്ദം എനിക്കു വിഷ്ണു ഇതാപ്പ നന്നായേ. ഇന്നെന്താ വിശേഷം വല്ല ബോധമുണ്ടോ തനിക്ക്? വിശേഷോ? അതെന്താ അച്ഛ വ്യക്തമായിട്ട് പറയാ. അതെ, ഇന്നെന്താ ദിവസം? വൃശ്ചികത്തിലെ തിരുവാതിര. മറന്നോ താൻ? ഇന്നെന്റെ പിറന്നാളാ മീനു. പിറന്നാളാ? മണിയേട്ടനുമായി അമ്പലത്തിലൊക്കെ ഒന്ന് കേറി ഇറങ്ങണം. എന്നിട്ട് നല്ലൊരു സദ്യ കേമാക്കണം ട്ടോ. കടയിൽ വിളിച്ച് എന്താച്ചാ പറഞ്ഞോളൂ, ഞങ്ങളും കൂടാം. പായസം ത്രിമധുരം തന്നെ ആക്കണം ട്ടോ. എന്തൊക്കെയാ പറയണേ? പിറന്നാളോ? ആരുടെ പിറന്നാള്? എന്റെ മണിയേട്ടനെ വിളിക്കട്ടെ ഞാൻ. മണിയേട്ടനോ? ആരാ അത്? നിനക്ക് എന്റെ മണിയേട്ടനെ അറിയില്ല? ഇത്ര ദിവസായി എന്റെ കൂടെ അതിഥിയായി കഴിയണ എന്റെ മണിയേട്ടനെ അറിയില്ല? കൃഷ്ണ, മണിയേട്ടനെവിടെ? എന്റെ മണിയേട്ടനെവിടെ? മണിയേട്ടൻ പൊയ്ക്കോ, കാണണ്ട എനിക്കിന്ന്. കൃഷ്ണ, നീ ആ പാവത്തിനെ കാത്തോളണേ. ഡോക്ടർ, വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞതാണല്ലോ. തന്നെയല്ല, ഞങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോകാനായി ഇറങ്ങുകയായിരുന്നു. ക്ഷമിക്കണം. ഡോക്ടറോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ദേ വന്നിരിക്കുന്നു നിങ്ങളുടെ ഫേവറേറ്റ് പേഷ്യന്റിന്റെ ഭാര്യ. ഓ, ആ സ്കീസോഫ്രേനിക് പേഷ്യന്റ് രാമനുണിയുടെ പെണ്ണുമ്പിള്ള ദാന്റെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. കാണണം പോലും. പെട്ടെന്ന് ഒഴിവാക്കിയേക്കണേ. എല്ലാവരും എത്തിക്കാണും മീറ്റിംഗ് പോയിന്റില്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണേ. ഡോക്ടർ, ഒരു ഭേദവുമില്ല ഡോക്ടർ. അദ്ദേഹത്തിന്റെ നില കൂടുതൽ വഷളാവുകയാണല്ലോ. ഇന്നലെ എന്നെ തല്ലാനായി കൈയോങ്ങി, എന്നിട്ട് എവിടേക്ക് ഇറങ്ങിപ്പോയി ഡോക്ടർ. ഇതിൽ കൂടുതലൊന്നും നമുക്കിനി ചെയ്യാനില്ല. സൈക്കോതെറാപ്പികളും ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സുകളും ആവശ്യത്തിലേറെ പയറ്റി നോക്കിയതല്ലേ. പതിവ് പോലെ കുറച്ച് കഴിയുമ്പം തിരിച്ചു വരുമായിരിക്കും. നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ ഇറങ്ങാനുള്ള തിരക്കിലാ. അതെ,
അസുഖം കൂടുതലാണെങ്കിൽ നാളെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരൂ. നിങ്ങളിപ്പം വിഷമിക്കാതെ പോകണം. രാമനുണ്ണിയുടെ കാര്യം അത് ദേവവിധിക്ക് വിട്ടുകൊടുക്കൂ. എന്നെ പറ്റിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കല്ല മണിയേട്ടാ. സുജന സംഗമേറ്റ സുകൃത നിവഹ സുലഭ മദനു നിയതം സുകൃത നിവഹ സുലഭ മദനു നിയതം